കേന്ദ്ര ബജറ്റിലെ അവഗണന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഈ വർഷവും താളം തെറ്റിക്കും. മുണ്ടക്കൈ പുനരധിവാസത്തിനുൾപ്പെടെ സ്വന്തമായി പണം കണ്ടെത്തേണ്ട അവസ്ഥ സംസ്ഥാന സർക്കാരിനുണ്ടാകും. കടമെടുപ്പ് പരിധിയിൽ ഇളവ് അനുവദിക്കാത്തതും സാമ്പത്തിക നിയന്ത്രണം തുടരാൻ സർക്കാരിനെ പ്രേരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായി പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് കഴിഞ്ഞ 2 തവണയായി മോദി സർക്കാരിന്റെ പതിവ്. ഓരോ മേഖലയ്ക്കും പ്രത്യേകമായി തുക വകയിരുത്തുന്നതൊഴിച്ചാൽ ബീഹാറിനല്ലാതെ ഇത്തവണയും സംസ്ഥാനങ്ങളെക്കുറിച്ച് യൂണിയൻ ബജറ്റിൽ പരാമർശങ്ങളില്ല. എന്നാൽ കേരളം പ്രത്യേകമായി ആവശ്യപ്പെട്ട മുണ്ടക്കൈ പുനരധിവാസം, വിഴിഞ്ഞം തുറമുഖ വികസനം, കാലാവസ്ഥാ മാറ്റത്തിലെ പ്രതിരോധം, വന്യജീവി സംഘർഷം എന്നീ കാര്യങ്ങളെ പരാമർശിക്കാത്തത് സംസ്ഥാനത്തിനുണ്ടാക്കുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. കൽപ്പറ്റയിലും നെടുമ്പാലയിലും എസ്റ്റേറ്റുകൾ കണ്ടെത്തി ടൗൺഷിപ്പിനുള്ള നടപടികൾ ആരംഭിച്ച സംസ്ഥാനത്തിന് ₹1 പോലും കേന്ദ്ര സഹായം അനുവദിക്കാത്തത് കേന്ദ്ര ബജറ്റിലെ കൊടിയ വിവേചനമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം പ്രകൃതിക്ഷോഭമുണ്ടായ സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചതോടെ കേന്ദ്ര ബജറ്റിലെങ്കിലും കേരളത്തിന് പരിഗണനയുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ദുരന്തമുണ്ടായി 6 മാസം പിന്നിട്ടിട്ടും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതൊഴിച്ചാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനമൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും സ്പോൺസർമാരുടെ വാഗ്ദാനവും മാത്രം ആശ്രയിച്ച് പുനരധിവാസം നടപ്പാക്കേണ്ടി വരും ഇനി സർക്കാരിന്. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് തുക അനുവദിച്ചില്ലെങ്കിലും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വ്യവസ്ഥയിൽ കേന്ദ്ര സർക്കാർ ഇളവ് അനുവദിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. തുറമുഖത്തിൽ നിന്നുള്ള വരുമാനം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് 20% കേന്ദ്രത്തിൽ നൽകണമെന്ന വ്യവസ്ഥ 12,000 കോടി രൂപ വരെ സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ ആശങ്ക. അതും നിർമ്മല സീതാരാമന്റെ ബജറ്റ് കണ്ടില്ലെന്നു നടിച്ചു. സിൽവർ ലൈനിൽ റെയിൽവേയുമായി പ്രാരംഭ ചർച്ച നടത്തി പുതിയ DPR തയ്യാറാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിന് ഒരു പ്രതീക്ഷയും നൽകുന്നതല്ല കേന്ദ്ര ബജറ്റ്. ശബരി റെയിൽ പദ്ധതി, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽ പാത എന്നിങ്ങനെ റെയിൽവേ വികസനത്തിലെ കേരളത്തിന്റെ ആവശ്യങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചില്ല. കടമെടുക്കാനുള്ള പരിധിയിൽ ഇളവ് വേണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിക്കാത്തത് ഈ വർഷവും സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. വയനാട് പുനരധിവാസ പാക്കേജും വിഴിഞ്ഞവും ഉൾപ്പെടെ കേരളത്തിന് കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ കേന്ദ്ര സമീപനത്തെ കേരള ബജറ്റിൽ സംസ്ഥാനം എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയേണ്ടത്. കേന്ദ്ര സഹായമില്ലെങ്കിലും നേരിടുമെന്ന് സംസ്ഥാനം ആവർത്തിക്കുമ്പോൾ സംസ്ഥാന ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത. കൂടുതൽ മൂലധന നിക്ഷേപം വേണം, കൂടുതൽ പണം ഉണ്ടാവണം, പലിശയുടെ കാര്യത്തിനകത്ത് കുറവ് വരുത്തുന്ന തീരുമാനം വേണം, ബോറോയിങ്ങിന് സംസ്ഥാനങ്ങളെ കൂടുതൽ അനുവദിക്കണം, കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതാണ് ഞങ്ങൾ പൊതുവിൽ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. GSTയുടെ വെട്ടിക്കുറവ് 50,000 കോടിയിലധികം വന്ന വെട്ടിക്കുറവ് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു. 24,000 കോടി. വയനാടിന്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, വയനാടിനകത്ത് ഇപ്പോൾ പ്രത്യേക ഒരു അനൗൺസ്മെന്റ് ഒക്കെ അവർ നടത്തിയങ്ങനെ ദുരിതം ഇച്ചിരി കാര്യമായ ദുരിതമാണെന്നൊരു അഡ്രസ്സ് തന്നല്ലാതെ അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒന്നും തന്നിട്ടില്ല. 2,000 കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പാക്കേജാണ്. അതിന് 5,000 കോടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്രാവശ്യം അനുഭാവപൂർവമായ തീരുമാനം വരണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VGFന്റെ കാര്യത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിന് തരുന്ന 800 ചില്ലാനം കോടി രൂപയുണ്ട്. അവർ അതുപോലും കടമായിട്ടാണ് തരുന്നതെന്നുള്ള പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അപ്പം നമ്മൾ വിഴിഞ്ഞത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും പ്രതീക്ഷകളും ഇതായിരുന്നു. വയനാടിന് 2,000 കോടിയുടെ പാക്കേജ്, വന്യജീവി ആക്രമണങ്ങളിൽ 1,000 കോടിയുടെ പാക്കേജ്, ദേശീയപാതയിൽ സാമ്പത്തിക സഹായം എന്നിങ്ങനെ നീളുന്നു ആവശ്യങ്ങൾ. എന്നാൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് പ്രഖ്യാപനങ്ങളൊന്നുമില്ല. സമാനതകളില്ലാത്ത ദുരന്തം നേരിട്ട വയനാടിനെങ്കിലും സഹായം പ്രതീക്ഷിച്ചതാണ്. അവഗണനയിൽ സംസ്ഥാനം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിന് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഏറ്റവും ന്യായമായ സാമാന്യമായ പ്രതീക്ഷ ചില കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്നെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കണക്കുകൾ സംസാരിക്കുന്നതാണ്, രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രണ്ടാമത്, കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. വിഴിഞ്ഞത്തെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല. ഏറ്റവും ന്യായമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല. 5 IITകളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിനകത്ത് എന്തോ ഒരു കാര്യം വരുന്നത്. ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണ്. സംസ്ഥാന ബജറ്റിൽ എന്തുണ്ടാകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം.
കേന്ദ്രം മുഖം തിരിച്ച പദ്ധതികളിലും ആവശ്യങ്ങളിലും മികച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. വയനാടിനായി പ്രത്യേക പദ്ധതിയും സംസ്ഥാനം അഭിമാനത്തോടെ കാണുന്ന വിഴിഞ്ഞത്തിന് പരിഗണനയും ഉണ്ടാകും. സമീപകാലത്ത് സർക്കാർ നേരിട്ട വലിയ വിമർശനം വന്യജീവി ആക്രമണമാണ്. ഇതിനായുള്ള പ്രത്യേക പദ്ധതിയും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ CPI അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനയടക്കം പണിമുടക്കിയതാണ്. ഇതിന് പരിഹാരം ബജറ്റിലുണ്ടെങ്കിൽ വലിയ പിന്തുണ സർക്കാരിന് ലഭിക്കും. ശമ്പള പരിഷ്കരണത്തിനും സാധ്യതയുണ്ടെന്നാണ് വിവരം. എന്നാൽ കേരളത്തിനുള്ള വിഹിതം ലഭിക്കുന്നില്ലെന്ന് സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. കടമെടുപ്പ് പരിധി കുറച്ചതും തിരിച്ചടിയായി. ഇതിനിടെ പണം എങ്ങനെ കണ്ടെത്തുമെന്നും ചോദ്യമുണ്ട്. പ്ലാൻ B ഉണ്ടെന്നും അത് നടപ്പിലാക്കിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ പറഞ്ഞിരുന്നു. പദ്ധതി വിധം വെട്ടിക്കുറച്ചതാണ് പ്ലാൻ B എന്ന് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ പറയുന്നു. പ്ലാൻ B അതെങ്കിൽ സർക്കാരിന് തിരിച്ചടിയുണ്ടാകും. എന്നാൽ പദ്ധതി വിഹിതത്തിൽ കുറവുണ്ടാകില്ലെന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ അറിയണമെങ്കിൽ ഫെബ്രുവരി 7 വരെ കാത്തിരിക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ അടുത്ത വർഷവും. വയനാടിനും വിഴിഞ്ഞത്തിനുമൊപ്പം ജനകീയ പദ്ധതികളും നീക്കിയിരിപ്പും ഇത്തവണ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നുറപ്പാണ്. ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.